السلام عليكم ورحمة الله وبركاته. الحمد وعليكم لله السلام ورحمة الله. رحمة الله وبركاته. حمدا كثيرا طيبا مباركا كما يحب ربنا ويرضى، ملء السماوات وملء الأرض وملء ما شاء من شيء بعد. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى درسنا الجديد أو لقائنا الجديد، ونبدأ لقاءات تدبر القرآن. അള്ളാഹ് സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ലക്ഷ്യം സാക്ഷാത്കരിച്ചു തരട്ടെ. യഥാർത്ഥത്തിൽ തദബ്ബുറുൽ ഖുർആൻ എന്ന് പറയുന്നത് ഖുർആന്റെ ആഴത്തിലുള്ള ചിന്ത, പഠനം, മനനം എല്ലാം കൂടി ചേർത്തിട്ടാണ് തദബ്ബുറുൽ ഖുർആനി വതഫക്കുരിഹി തദബ്ബുറുൽ ഖുർആനി വതഫക്കുരിഹി വതഫഹുമിഹി, ഗ്രഹിക്കുക, പഠിക്കുക, ചിന്തിക്കുക. അത് നമുക്ക് എത്രത്തോളം കഴിയും എന്ന് നമുക്കറിയില്ല. കാരണം നമ്മളെ സംബന്ധിച്ചോളം അറിവിന്റെ അഗാധതയിലൊന്നും പോയവരല്ല. അപ്പോൾ നമ്മളെ അറിവിന്റെ പരിധി വെച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കൂട്ടായി ആ മാർഗത്തിൽ സഞ്ചരിക്കാം. പണ്ഡിതന്മാരെ, പൂർവ സൂരികളായ സലഫ് സാലിഹുകളായ പണ്ഡിതന്മാർ സഞ്ചരിച്ച മാർഗത്തിൽ അവരുടെ പിന്മുറക്കാരായി അവരുടെ പ്രകാശത്തിന്റെ ഛായ പറ്റിക്കൊണ്ട് നമുക്കും ഒരു സഞ്ചാരം നടത്തി നോക്കാം. അതേപോലെ നമ്മൾ ലിമിറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു പേജ് നമുക്ക് ഒരാഴ്ച തീർക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ടൈം ബൗണ്ടഡ് ആയിട്ട് തീർക്കാൻ പറ്റൂ. അപ്പൊ അതിൽ നിങ്ങളുടെയും സഹകരണം ആവശ്യമാണ്. ഇതിലിവിടെ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന 45 മിനിറ്റ് എന്നാണ്. നമുക്ക് 45 മിനിറ്റ് അല്ല, 1 മണിക്കൂർ പൂർണ്ണമായും നമ്മൾ എടുക്കും. 8:45 മുതൽ 9:45 വരെ. ചിലർക്ക് 8:30 തുടങ്ങുമ്പോൾ ചിലർക്കൊക്കെ അസൗകര്യമുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ്. മാത്രമല്ല ഇനി ചിലപ്പോൾ ഇശാ നമസ്കാരം അങ്ങോട്ട് നീണ്ടുപോകും എന്നതുകൊണ്ടും 8:45 മുതൽ 9:45 വരെ ആയിരിക്കും ഇന്ത്യൻ സമയം. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഗവേഷണം നടത്തണം. നിങ്ങളും ഗവേഷണം നടത്തണം, ഞാനും ഗവേഷണം നടത്തും, പഠനം നടത്തും. ഒരാഴ്ച നമ്മൾ കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ലഭ്യമായ അറിവുകൾ വെച്ചുകൊണ്ട് കൂടുതൽ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഇപ്പോൾ ഗൂഗിളിലും അല്ലാതെയുമൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്. ഇന്റർനെറ്റിൽ ഏത് സൂറത്ത്, ഏത് തഫ്സീറിന്റെയും നമുക്ക് കിട്ടും. നമ്മള് ഫോളോ ചെയ്യേണ്ടത് ഏതെങ്കിലും സൈറ്റിലൊന്നും പോയി കളയരുത്. നമ്മൾ കിങ് സൗദ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ മാത്രമേ തഫ്സീറിന് വേണ്ടി അവലംബിക്കാവൂ. നമ്മൾ കിങ് സൗദ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് നമ്മുടെ ലിങ്ക് അയച്ചു തരും. അത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, അവലംബിക്കാവൂ എന്ന് പറയാൻ കാരണം, ഒരുപാട് സൈറ്റുകളുണ്ട്. ഈ എല്ലാ സൈറ്റുകളും എങ്ങനത്തതാണെന്ന് നമുക്കറിയില്ല. ചില അറബി സൈറ്റുകളൊക്കെയും ആരാണ്? ഈ ഇസ്ലാമിന്റെ വിരോധികൾ, ഇസ്ലാമിനകത്ത് കയറി കൂടിയിട്ട് അതിൽ കുഴപ്പമുണ്ടാക്കാൻ വിചാരിക്കുന്നവർ, അങ്ങനെ കുറെ ആൾക്കാർ അതിൽ ഒരുപാട് വർക്ക് ചെയ്ത ദിവസവും ആയിരക്കണക്കിന് വെബ്സൈറ്റുകൾ രൂപപ്പെടുന്നുണ്ട് എന്നാണ്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇസ്ലാമിനെതിരിൽ, ഇസ്ലാമിനെ തുരങ്കം വെക്കുന്നതിന് വേണ്ടി. അതില് അധികവും എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ തടയിടാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ തകർക്കാൻ വേണ്ടി ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്ലാമിസ്റ്റുകളായ ഒരു ടീം അതിനെ തടയിടാൻ വേണ്ടിയും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവരുടെയും പരിധിക്ക് അപ്പുറം പോയിക്കൂടായില്ല. നമ്മളെടുത്ത് നോക്കുമ്പോഴത്തേക്ക് റസൂലും ഖുർആനും ഹദീസും ഒക്കെ കാണും. പക്ഷെ നമ്മളെ ചിന്തയെ ഡീവിയേറ്റ് ചെയ്ത് കൊണ്ട് പോവുകയായിരിക്കും അവർ ചെയ്യുന്നത്. നമ്മൾ ആദ്യം നല്ലതാണെന്ന് തോന്നും, പിന്നെ അത് തിരിച്ചുവിടുകയായിരിക്കും. അതേസമയം ഞാൻ പറഞ്ഞു, കിങ് സൗദ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ്, അതിൽ എല്ലാ തഫ്സീറിന്റെയും, അതായത് 10-12ഓളം 7-8 തഫ്സീറുണ്ട്. തഫ്സീർ തബരി, ഇബ്നു കസീർ, അങ്ങനെ തഫ്സീർ റാസി, അങ്ങനെയുള്ള പ്രബലമായ തഫ്സീറുകളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഒരു ആയത്തിൽ ക്ലിക്ക് ചെയ്താൽ അതിന്റെ ഡീറ്റെയിലേക്ക് പോകാം. അതല്ലാതെ വേറെ ഒന്നിലും പോകാൻ പാടില്ല. അതേപോലെ പ്രസംഗമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ലഭ്യമാണ്. അറബി നമ്മൾ പഠിച്ചു കഴിഞ്ഞുകൊണ്ട്
DBTയിൽ തഫ്സീർ റെഫർ ചെയ്യാം, അതേപോലെ വീഡിയോ കാണാം. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇട്ടുതരാം. അതിലും എന്താണ്, ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം നമുക്ക് റിലയബിൾ ആണ്, ഡീവിയേറ്റ് ചെയ്ത് പോകുന്നില്ല. അദ്ദേഹം സലഫ് സാലിന്റെ മാതൃകയിൽ നിലകൊള്ളുന്ന ആളാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പൂർണ്ണമായും ഉണ്ട് തഫ്സീർ ഖുർആൻ ക്ലാസ്. തഫ്സീർ എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടൊന്നും പോകില്ല, ക്ലാസ് പൂർണ്ണമായും നെറ്റിലുണ്ട്. ഈ രണ്ടുമല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, വേറെ അറബി ഗ്രന്ഥങ്ങളിലേക്ക് പോകരുത്. മലയാള ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചോളം നമുക്കറിയാം, പക്ഷെ നമ്മൾ പരമാവധി അറബി ഗ്രന്ഥങ്ങളിൽ അവലംബിക്കുന്നതാണ് നല്ലത്. കാരണം അപ്പോൾ നമുക്ക് നിലവിലുള്ള മലയാള ഗ്രന്ഥത്തിന്റെ അപ്പുറം, കിണറിനപ്പുറം ഒരു സാഗരമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കും. പക്ഷെ അതാ ഇന്ന് സൂറത്തുൽ ഫാത്തിഹയിൽ ഒരൊറ്റ പോയിന്റ് മാത്രം നമ്മൾ സൂചിപ്പിച്ചു പോവുകയാണ്. ബാക്കിയെല്ലാം നമ്മൾ വിശാലമായി അർത്ഥം മനസ്സിലാക്കിയതാണ്. ഒന്ന്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്താ അതിന്റെ അർത്ഥം? നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. മാത്രം അവിടെ കിട്ടി. മാത്രം അവിടെ കിട്ടിയെന്ന് വെച്ചാൽ അറിയില്ല. വന്നതുകൊണ്ട് ആദ്യം വന്നതുകൊണ്ടല്ല ശരിക്കും. ഈ ചിലപ്പോ നമ്മൾ ഡിക്ഷണറി നോക്കിയാൽ പോലും പലപ്പോഴും കണ്ടെത്താൻ പറ്റാത്ത, ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടാണ് കണ്ടെത്തിയത്. അതിന്റെ ശരിക്ക് അതിന്റെ എന്താ പറയാ, എവിടെയാണ് അതിന്റെ മർമ്മം ഇരിക്കുന്നത്. നമ്മൾ വിശ്വാസപരമായി അറിയുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇയ്യാക്കനഅ്ബുദു, എന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, എന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നറിയാം. യഥാർത്ഥത്തിൽ കർത്താവ്, കർമ്മം, ക്രിയ, ക്രിയ കർത്താവ് കർമ്മം, ഇങ്ങനെയാണ് വരിക. ക്രിയ കർത്താവ് കർമ്മം, അല്ലെങ്കിൽ നഅ്ബുദു ക എന്ന് പറയാം. അപ്പൊ എന്ത് ചെയ്ത്, ക്രിയയും അത് കർത്താവുമുണ്ട്, കർമ്മമുണ്ട്. നഅ്ബുദു ക, നഅ്ബുദു ക എന്ന് പറയുന്നതിന് പകരം കായെ മുമ്പേ പറയണം. കായ മുമ്പേ എടുത്തു കഴിഞ്ഞാൽ നഅ്ബുദു ക പിരിച്ചെഴുതിയാൽ എന്ത് വരും? പ്ലസ് കായാണോ? എന്താണ്? അൻതയാണ്. പ്ലസ് അൻതയാണ്. അപ്പൊ അൻതെ മുമ്പേ എഴുതിയാല് അതിന്റെ കർമ്മത്തിന്റെ പൊസിഷൻ ആവില്ല. കർമ്മത്തിന്റെ സ്ഥാനത്ത് വരണമെങ്കിൽ അൻതയായിട്ട് പറഞ്ഞാൽ അത് കർത്താവിന്റെ സ്ഥാനത്തേക്ക് വരും. കർമ്മത്തിന്റെ സ്ഥാനത്ത് വരണമെങ്കിൽ കായായിട്ട് വരിക. അതിനെന്ത് ചെയ്യണം? അങ്ങനെ പറയണമെങ്കിൽ അത് വേറെ ഒന്നിന്റെ കൂടെ ചേർത്ത് പറയണം. അപ്പോ നഅ്ബുദുക എന്ന നഅ്ബുദുവിന്റെ കർമ്മമായ കായെ മുമ്പേ പറയാൻ വേണ്ടിയാണ് ഒരു സീറ്റ് കൊടുത്തതാണ് ഇയ്യ ഉപയോഗിച്ച്. ഓക്കെ, അങ്ങനെയാണ് ഇയ്യയുടെ കൂടെ ചേർന്നിട്ടാണ് ക വന്നിരിക്കുന്നത്. അപ്പോൾ അർത്ഥം നിന്നെ തന്നെയാണ്, നിന്നെ മാത്രമാണ്. രണ്ടർത്ഥമാണ്. ഒന്ന് നിന്നെ തന്നെയാണ്, രണ്ട് നിന്നെ തന്നെയാണ്, നിന്നെ മാത്രമാണ്. അതായത് ലിമിറ്റേഷനും, ഇത് നിങ്ങൾ ഇപ്പോഴല്ല, ഈ വീഡിയോ ഒന്നുകൂടെ കേട്ടിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, റെക്കോർഡിംഗ് എന്ന് പറഞ്ഞില്ലേ നേരത്തെ, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ വീഡിയോ രണ്ടാമത് കേട്ടിട്ടാണ് ഇങ്ങോട്ട് എഴുതേണ്ടത്. കർമ്മം മുമ്പേ വന്നത് കൊണ്ടാണ് എന്ത് ചെയ്തത്, കർമ്മം ക്രിയയുടെ മുമ്പേ വന്നാൽ ലിമിറ്റിങ്ങും അതേപോലെ എംഫസൈസിങ്ങും കിട്ടും. ലിമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുക. ചുരുക്കാന്ന് പറഞ്ഞാൽ എന്താ, വിശാലമായിട്ട് പോകില്ല, തിരികെ. അതായത് നിന്നെ മാത്രമാണ്, ലിമിറ്റ് ചെയ്യുക. അതേപോലെ എംഫസൈസിങ്, നിന്നെ തന്നെയാണ്. നിന്നെ മാത്രമാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പോകുന്നതിന് പകരം നിന്നെ മാത്രം എന്ന് പറഞ്ഞാൽ എന്തായി, അത് ലിമിറ്റിംഗ് ആണ്. പിന്നെ എന്താ, എംഫസൈസിങ് കിട്ടുന്നതാണ് നിന്നെ തന്നെയാണെന്ന് കിട്ടുന്നത്, അതും ഇതേപോലെയാണ്. അപ്പൊ കർമ്മം ക്രിയയേക്കാൾ മുന്തിച്ചാൽ ഈ രണ്ട് അർത്ഥവും കിട്ടും. ഏത് രണ്ടർത്ഥം കിട്ടും? ലിമിറ്റിങ്ങും എംഫസൈസിങ്ങും കിട്ടും. ഊന്നിപ്പറയലും ചുരുക്കി പറയലും. എല്ലാവരിലേക്കും പോകുന്നതിന് പകരം ഒരാളിൽ മാത്രം ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നതാണ് ചുരുക്കി പറയുന്നത്, അതാണ് ലിമിറ്റിങ്. എംഫസൈസിങ് എന്ന് പറഞ്ഞാൽ ഊന്നിപ്പറയുക. ഇത് എപ്പോഴാണ് കിട്ടുക? ക്രിയയേക്കാളും മുമ്പേ കർമ്മം പറഞ്ഞാൽ, ഒബ്ജക്റ്റ് മുന്തിച്ചാൽ, മഫ്ഊല് മുന്തിച്ചാൽ, മഫ്ഊല് ബിഹി മുന്തിച്ചാൽ,
അപ്പൊ മഫ്ഊൽ ബിഹിയെ മുന്തിച്ച് പറയണമെങ്കിൽ അവിടെ വേറെ ഒരു സീറ്റ് വേണം മഫ്ഊൽ ബിഹിക്ക്. അതിനാണ് ഇയ്യ പറഞ്ഞത്. ഇവിടെയുള്ള ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇയ്യാക്ക നഅ്ബുദു ഇയ്യാക്ക നസ്തഈൻ എങ്ങനെയാണ് മാത്രം എന്ന അർത്ഥം കിട്ടിയത് എന്ന് ചോദിച്ചാൽ, അവിടെ നഅ്ബുദു എന്ന ക്രിയയുടെ ഒബ്ജക്റ്റ് ആയ ക മുമ്പേ പറഞ്ഞിരിക്കുന്നു. അതിനാൽ ചുരുക്കി പറയലും ഊന്നി പറയലും അതിന്റെ റിസൾട്ടായിട്ട് അതിന്റെ ഫലത്തിൽ കിട്ടും. അങ്ങനെയാണ് മാത്രമാണ് എന്ന് കിട്ടിയത്. നിന്നെ തന്നെയാണ് എന്നും അതിനർത്ഥം. ഞങ്ങൾ വിഭാഗത്തിൽ നിന്ന് നിന്നെ തന്നെയാണ്, നിന്നെ മാത്രമാണ്. അപ്പൊ ഈ ഇയ്യായുടെ കൂടെ കർണം ആയിട്ട് വരുമ്പോൾ ഇയ്യാഹു വരാം, ഇയ്യാക്ക വരാം, ഇയ്യായ വരാം, ഇയ്യാഹു ഇയ്യാഹും, ഇയ്യാക്ക ഇയ്യാക്കും, ഇയ്യായ ഇയ്യാന, ഇയ്യാഹ, ഇതെല്ലാം വരാം. അതൊക്കെ നമ്മൾ ഖുർആൻ വായിച്ചു നോക്കുമ്പോൾ അവിടെയൊക്കെ എവിടെയൊക്കെ ഇയ്യ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നോക്കുക. ഓക്കെ, سننتقل إلى سورة البقرة. سورة البقرة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك الألف لام ميم ذلك الكتاب لا ريب فيه. റൈബിന് നമ്മൾ അതിന്റെ അടിസ്ഥാന രൂപത്തിലേക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം അതിലെ മറ്റ് രൂപഭേദങ്ങൾ ഖുർആനിൽ വന്നതായിട്ട് ഓർമ്മയില്ല. നമ്മൾ ഈ ഖുർആൻ നോക്കിട്ടാ പഠിക്കണേ. നമ്മളല്ല വേറെ ഖുർആൻ നമുക്ക് അല്ല. നമുക്ക് ഇതുവരെ നമുക്ക് ഉസ്താദിന്റെ ഖുർആൻ നമുക്ക് അയച്ചു തരലുണ്ടേനല്ലോ, നമ്മള് വാങ്ങിക്കലുണ്ടേനല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം ഇതൊക്കെ ആയിട്ട് അതിന്റെ അർത്ഥം ഇതൊക്കെ ആയിട്ട് ഇനി വാങ്ങിക്കണ്ട. വാങ്ങിയാൽ ഒരുപാട് എനിക്കൊരു ബിസിനസ് ആവും, കുറച്ച് ലാഭം കൂടെ കിട്ടും. അപ്പൊ അത് നമ്മൾ ഇറക്കിയിട്ടില്ല. നമ്മള് അത് ഇറക്കുകയാണെങ്കിൽ വരിക ഇതേപോലെ ഖുർആൻ എഴുതിയിട്ടുണ്ടാവും. അതിന്റെ സൈഡിൽ മാത്രം സൂചനകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ചില മുസാഫിന്റെ സൈഡിലൊക്കെ എഴുതിയിട്ടില്ലേ, അത് സൂചന മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഹുദൻ ലിൽ മുത്തഖീൻ, ഹുദൻ മാഹിയൽ മാളി ഒമാഹിയൽ മുലാരി വൽ അം. അപ്പൊ നമ്മൾ പഠിക്കണമെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഉസ്താദിന്റെ വോയിസും മറ്റേ കേട്ടിട്ട് എന്ത് ചെയ്യണം? കേട്ടിട്ട് പറഞ്ഞു നോക്കണം. മിൻദാലിക്കൽ കിതാബ്, ഈ ഗ്രന്ഥം, ആ ഗ്രന്ഥം ലാ റൈബ ഫീഹി, അതിൽ യാതൊരു സംശയവുമില്ല. ഇത് നമ്മൾ പറഞ്ഞ് നോക്കണം. പിന്നെ അതിനപ്പുറം ഇത് ആക്ടിവിറ്റി ചെയ്യണം. എന്താ ആക്ടിവിറ്റി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഹുദൻ എന്ന വാക്കുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഹുദൻ, പക്ഷെ വീണ്ടും പട്ടിക തയ്യാറാക്കണം. അപ്പൊ പട്ടിക തയ്യാറാക്കുമ്പോൾ നമുക്കറിയാം 17 ഗ്രൂപ്പ് ഉണ്ട്. 17 ഗ്രൂപ്പിന്റെയും ആവശ്യത്തിന് സ്ഥലം വിട്ടിട്ട് വേണം എഴുതാൻ. ഞങ്ങൾ മുമ്പ് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ സ്വന്തം പഠിക്കുന്ന പാഠത്തിലെ വാക്കുകൾ വെച്ചുകൊണ്ട് നമ്മൾ സ്വന്തം ഡിക്ഷണറി ഉണ്ടാക്കും. അപ്പൊ എ ഒരു സ്ഥലത്ത് എഴുതും, ബി അടുത്ത സ്ഥലത്ത് എഴുതും, സി അടുത്ത സ്ഥലത്ത് എഴുതും, എങ്ങനെ എഴുതി പോകും. അതേപോലെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഹുദൻ എന്ന് പറയുന്നത് ദുർബലാക്ഷം അവസാനം വന്ന ക്രിയയാണ്, അതായത് ഹിദിയാണ്. അപ്പൊ ആ ദുർബലാക്ഷം ആദ്യം അവസാനം വന്ന ക്രിയയുടെ നമ്പർ, ഗ്രൂപ്പിന്റെ നമ്പർ എടുത്ത് അവിടെ എഴുതാം. അപ്പൊ എന്താ വരേണ്ടത്? അത് കൂടാതെ ഇപ്പൊ നമ്മൾ പേജ് 1 എടുത്തു, അല്ലെങ്കിൽ പേജ് 2, ഖുർആന്റെ പേജ് 2 ഹദാ യഹ്ദി, ഹദാ യഹ്ദി, ഇഹ്ദി, ഹുദൻ. ഈ 4 എണ്ണം നമ്മൾ 4 എണ്ണത്തിന് ടേബിൾ ഉണ്ടാകുന്നത്. അതായത് പൂർണ്ണക്രിയ, അപൂർണക്രിയ, കൽപ്പനക്രിയ, ക്രിയാധാതു. കർത്താവ് കർമ്മൊന്നുമില്ല. 6 എണ്ണം എഴുതിയാൽ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ നമ്മൾ ഇത് ചുരുങ്ങി ഇത്രയും കാണുന്നില്ല, ടൈപ്പ് ചെയ്തേക്കട്ടെ. ഹുദൻ ഇത്രയും വേണം നമുക്ക്. ഹുദൻ വഹിദായത്തിന് നമ്മൾ പഠിച്ചു. ഹുദൻ വഹിദായത്തിന് അത് ക്രിയാധാതു അല്ലേ? അല്ല, അതാ ക്രിയാധാതു വേണം. ക്രിയാധാതു പ്രധാനപ്പെട്ടതാണ്. പൂർണ്ണക്രിയ, അപൂർണക്രിയ, കൽപ്പനക്രിയ, ക്രിയാധാതു, ഇത് 4 വേണ്ടത്. പൂർണ്ണക്രിയ, അപൂർണക്രിയ, കൽപ്പനക്രിയ, ക്രിയാധാതു. ഓക്കെ. ലിൽ മുത്തഖീൻ, മുത്തഖീൻ എന്താ മാളി? അപ്പൊ ഇത്തഖ, യത്തഖി, ഇത്തഖി. പിന്നെ ക്രിയാധാതു എന്താ?
അല്ലേ? ഓക്കെ. അല്ലത് യുഅ്മിനൂന ബിൽ ഗൈബി യുഅ്മിനൂന 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 ആമന മാളി മുലാരി അംറ് പറയും. ആമന ആമന യുഅ്മിനു ആമന യുഅ്മിനു മിനു ആമന യുഅ്മിനു ആമിൻ പിന്നെ ഈമാനുൻ. ഈമാനും ഇതേ രീതിയിലാണ് നമുക്ക് വേണ്ടത്. ബിൽ ഗൈബി ഹദാ യഹ്ദി ഹദാ യഹ്ദി ഇഹ്ദി ഹാദിൻ മഹ്ദിയൻ ഹിദായത്തിൻ അങ്ങനെയാണോ? ഹുദൻ വ ഹിദായത്തിൻ. ഓക്കെ. അടുത്തത് ബിൽ ഗൈബി ഖാബ യഗീബു ഖാബ യഗീബു. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഖാബ യഗീബു നമ്മൾ പ്രത്യേകം പഠിച്ചിട്ടുമില്ല. അത് വളരെ ഖാബ യഗീബു മറ്റു ഭേദങ്ങളൊന്നും വരുന്നില്ല. ഗൈബ് അദൃശ്യമല്ല. ഖാബ യഗീബുവിന്റെ കൽപ്പന എങ്ങനെ വരും? ഗൈബ് ഗൈബ് എന്ന് വരും. കാരണം ഗൈബ് പോലെ നമ്മൾ എന്താ പഠിച്ചത്? കാല യഖൂലു അല്ല, സാദ യസീദു. ഓക്കെ. പിന്നെ യുഖീമൂന എല്ലാം പറയും. സ്വലാത്ത് അല്ല, ഒന്നാ ഭയങ്കര പ്രശ്നമാകും അത്. ഞാൻ പറയുന്നില്ല എന്ത് സംഭവിക്കുന്നു. സല്ലായി സല്ലി പിന്നെ സ്വലാത്തുൻ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയ സലിയേസിൽ എവിടെ പോയെന്ന്? പ്രവേശിച്ചു കത്തിയിരുന്നു. എവിടെയാണ് പ്രവേശിക്കുന്നതാണ് സലി എന്ന് പറയുന്നത്. സലിയേസിലാന്ന് പറയുന്നത്. നമ്മൾ സ്വലാത്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വർഗത്തിലേക്ക് പോകാനുള്ളവർ. മിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ. റസഖ്ന റസഖിന്റെ കൽപ്പന പിന്നെ കംപ്ലീറ്റ് പറയും. ഏത് ഗ്രൂപ്പാണ്? ക്രിയാദാതം എന്താ? ക്രിയാദാത്. ഓക്കെ. അല്ലദീന യുഅ്മിനൂന നേരത്തെ പറഞ്ഞു. ബിമാ ഉൻസില ഇലൈക. ഉൻസില ഹിയ മജ്ഹൂലുൻ. കർമ്മണി പ്രയോഗം ഗയ്യിറുഹാ ഇല മഅറൂഫിൻ. പറഞ്ഞ മനസ്സിലായ? ഉൻസില എന്താണ്? ഹിയ ഫിഅലുൻ മജ്ഹൂലുൻ. അത് മജ്ഹൂലായ ഫിഅലാണ്, അതായത് കർമ്മണി പ്രയോഗം. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഗയ്യിറുഹാ ഇല മഅറൂഫിൻ. അത് കർത്താവ് അറിയപ്പെട്ടതിലേക്ക് ആദ്യം മാറ്റണം. അപ്പൊ എന്ത് വരും? അൻസല യുൻസിലു ഇൻസാലുൻ. പിന്നെ എന്ത് ചെയ്യണം? ഉൻസില യുൻസലു പിന്നെ ഇൻസാലുൻ. ഉൻസില യുൻസലു പിന്നെ അതിന്റെ എന്തില്ല? മജ്ഹൂലിന്റെ കർമ്മമില്ല. ഉൻസില യുൻസില മാത്രം പറഞ്ഞ മജ്ഹൂലിന് മാളി മുലാരി മാത്രം പറഞ്ഞു. കാരണം എന്താണ്? പിന്നെ ക്രിയാദാതം നമ്മൾ നേരത്തെ പറയുന്നുണ്ട്. അപ്പൊ മാറൂഫ് വരുമ്പോൾ അങ്ങനെ മാറൂഫ് മാത്രം എഴുതിയാൽ മതി. മാളി മുലാരി അംറ് മസ്തർ എഴുതിയാൽ മതി. മജ്ഹൂൽ വരുമ്പോൾ എന്ത് ചെയ്യണം? മാളിയും മുലാരിയും എഴുതണം. ഉൻസില അതിന്റെ മുലാരി എന്താണ്?
ഉൻസില യുൻസലു മുതാരി തുൻസിലു യുൻസൽ യുൻസലു ഉൻസില യുൻസൽ. ഉൻസില. അപ്പം ഈ മജ്ഹൂലിന്റെ ഒക്കെ പ്രയോഗം നമ്മൾ ഇതിലൂടെയാണ് ഉണ്ടാക്കുന്നത്, ഉറപ്പിക്കുന്നത്. ഏത്? തദബ്ബുറുൽ ഖുർആനിലൂടെയാണ് ഉറപ്പിക്കുന്നത്. മജ്ഹൂൽ എന്ന് പറഞ്ഞത് മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ കർത്താവ് അറിയപ്പെടാത്തത്. മാറൂഫ് എന്ന് പറഞ്ഞാൽ മാറൂഫാണ്. ഉൻസില പറയപ്പെടുന്നത്. കർത്താവ് യുൻസലു അറിയപ്പെടുന്നത്. ആണ്. ഉൻസില യുൻസലു ഇൻസാലും. ക്രിയാദാത് പറയേണ്ടെന്ന് പറഞ്ഞില്ലേ? ഓക്കെ. ഉൻസില യുൻസലു. ക്രിയാദാത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാറൂഫിൽ പറയുന്നുണ്ട്. അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഉൻസിലയെ അൻസ- അഞ്ചലയാക്കി മാറ്റണം. അഞ്ചല അഞ്ചല. യുൻസിലും. ഇൻസിലും പിന്നെ അഞ്ചല ഇൻസാലും. ഇൻസിൽ ഇൻസാലുൻ, അഞ്ചല ഇൻസിൽ അഞ്ചിൽ ഇൻസാലുൻ. പിന്നെ മജ്ഹൂൽ എഴുതുമ്പോൾ പിന്നെ അതിന്റെ താഴെ മജ്ഹൂൽ എഴുതണം ഉൻസില യുൻസൽ. ഇലേക്ക് വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ മാ ഹിയ ദിദ്ദു ഖബ്ല. ഖബ്ലയുടെ ഓപ്പോസിറ്റ് എന്താ? ബഅദ്. ബഅദ്. ബഅദ. ഖബ്ല ബഅദ. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ആഖിറത്തിന്റെ അക്സ് എന്നും പറയാം, ദിദ്ദ് എന്നും പറയാം, വിപരീതം. അവല് അവ്വല്. ആഖിറത്തിന്റെ ഓപ്പോസിറ്റ് അവലാണോ? ഊല. ഊല ഊല ഊലയാണ്. ആഖിറത്ത് അല്ല, സ്ത്രീലിംഗം അല്ല, ആയതുകൊണ്ട് sorry. ഊലയാണ് വേണ്ടത്. ഹും യൂഖിനൂൻ. യൂഖിനൂന്റെ മാളി മുലാരി അമ്ര ആക്കന ഔക്കനാണോ? യൂക്കിനു. ഊക്കന യൂക്കൻ. യൂഖിനു എന്നുള്ളത് യുഅ്മിനു പോലെ എടുക്കുക. ആമന. അപ്പൊ ആക്കന അപ്പൊ എന്തായി? ആക്കന. അവൻ ആമന പോലെ സ്തവ. ആമന പോലെയല്ല, അവിടെ യായാണ്. അയ്ക്കന യൂഖിനു. ഐക്കൻ. ഐക്കന അയ്ക്കന യൂഖിനു. അയ്ക്കന യൂഖിനു. പിന്നെ ഔക്കിൻ ആക്കിൻ. ആക്കിൻ. ഐക്കിൻ ഔക്കന അയ്ക്കിൻ. ഐക്കിൻ ആ പിന്നെ ഏക്കാനുൻ ഈക്കാനുൻ. ആ എന്താ തൽക്കാലം നമുക്ക് അതിന്റെ രൂപഭേദങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അയ്ക്കന യൂക്കിന് മാത്രം എഴുതിയാലും മതി. അയ്ക്കന യൂക്കിന്. കാരണം അതിന്റെ മാവി ഉണ്ടാവണമെന്ന് നമ്മൾ അറിയാം. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മുഫ്ലിഹൂന്റെ മാവി മുലാരി അമ്ര അഫ്ലഹ അഫ്ലഹ. അഫ്ലഹ. അഫ്ലഹ യുഫ്ലിഹു. ലാഹുൻ പിന്നെ ലാഹുൻ അഫ്ലഹ യുഫ്ലിഹു അഫ്ലിഹ് ഇഫ്ലാഹുൻ. ഓക്കെ. അപ്പൊ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്. ആ ഗ്രന്ഥം. എന്തുകൊണ്ട് ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞു? ആ ഗ്രന്ഥത്തിന്റെ മഹത്വത്തെ സൂചിപ്പിക്കും. ആ ഗ്രന്ഥത്തിന്റെ ഉന്നതിയും മഹത്വത്തെയും സൂചിപ്പിച്ചുകൊണ്ടാണ് ആ ഗ്രന്ഥം എന്ന് പറഞ്ഞത്. പരിഭാഷയിൽ കിടക്കുന്നതല്ല നമ്മൾ നോക്കേണ്ടത്. തഫ്സീറിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഉലുവ്വി മക്കാനിഹി. അതിന്റെ സ്ഥാനത്തിന്റെ മഹത്വം കൊണ്ടും അതിന്റെ ഉള്ളടക്കത്തിന്റെ മഹത്വം കൊണ്ടുമാണ് എഴുതിയിരിക്കുന്നത് ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞു. ആ ഗ്രന്ഥം. ആ ഗ്രന്ഥം ദൂരെയുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്റെ ദൂരെ ആണിരിക്കുന്നത് എന്നല്ല. പക്ഷേ ഈ ഗ്രന്ഥം എന്ന് ആ ദാലിക്ക എന്ന വാക്ക് ഉപയോഗിച്ചത് ഇതിനാണ് ഖുർആൻ അറബി തന്നെ പഠിക്കണം എന്ന് പറഞ്ഞത്. നമ്മൾ ദാലിക്കൽ കിതാബ് പരിഭാഷ എടുത്തത് ദാലിക്കൽ കിതാബ്. അപ്പൊ പരിഭാഷ വിചാരിക്കും ഈ ഗ്രന്ഥം ആ ഗ്രന്ഥം എന്ന് എഴുതിയാൽ ഏത് ഗ്രന്ഥത്തെ കുറിച്ചാണ് ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് തന്നെ അറബി തന്നെ പഠിക്കണം. ദാലിക്കൽ കിതാബ്, ആ ഗ്രന്ഥം, മഹത്തായ ആ ഗ്രന്ഥം. അപ്പൊ അതിന്റെ ഒന്ന് അത് ഉന്നതിയിലാണുള്ളത്. എവിടെയാണുള്ളത്? ഖുർആൻ എവിടെയുള്ളത്? ലൗഹുൽ മഹ്ഫൂദ്. അപ്പൊ ഇതെന്താ ഈ കാണുന്നത്? ഫലക. ഒരു ഫലകത്തിൽ. ഇത് ഖുർആനല്ല. ഇതെന്താ? ഫലകത്തിൽ. ഇത് തഫ്സീറൊന്നുമല്ല. കാണുന്നില്ലേ? ഇതെന്താണ്? ഇത് മുസ്ഹഫാണ്. അത് പറഞ്ഞു. മുസ്ഹഫ് പറഞ്ഞായിരുന്നു. ഖുർആനല്ല. ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിലാണുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഫീ ലൗഹിൻ മഹ്ഫൂദ് എന്ന് പറഞ്ഞല്ലോ. നമ്മൾ പഠിച്ചില്ലേ? അത് ലൗഹുൽ മഹ്ഫൂദിലാണുള്ളത്. അതുകൊണ്ട് ആരെങ്കിലും ഖുർആനെ നമ്മൾ മാനസികമായി അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ഒരാൾക്കും ഖുർആനെ അവഹേളിക്കാനോ അവമതിക്കാനോ പറ്റില്ല. കാരണം അത് അള്ളാഹിന്റെ അടുക്കൽ അത് ഒന്നാം ആകാശത്ത് ലൗഹുൽ മഹ്ഫൂദിലാണ്. ഫീ ലൗഹിൻ മഹ്ഫൂദ്.
അവിടെ നിന്നാണ് ഖണ്ഡിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിച്ചത്. ഓക്കെ, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ആ ഗ്രന്ഥം അതിൽ യാതൊരു സംശയവുമില്ല, ആ ഗ്രന്ഥത്തിൽ സംശയമില്ല. അതേപോലെ യാസീൻ വൽ ഖുർആൻ ഹക്കീം, അതേപോലെ തവാസീം മീം തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ. മുബീനാണ്, ഇറ്റ് ഈസ് എന്താണ്, ക്രിസ്റ്റൽ ക്ലിയർ ബുക്കാണ്. തെളിവാണ്, തിൽക വ്യക്തമാണ്. ആയാത്തുൽ കിതാബിൽ മുബീൻ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ബുക്കാണ്. ദർ ഇസ് നോ കോംപ്ലിക്കേഷൻ അറ്റ് ഓൾ. ഒരു വക്രതയുമില്ലാത്തതാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ ലം യജ്അൽ ലഹു ഇവജ. അതിൽ ഒരു ഇവജയില്ല, ഒരു വക്രതയില്ല. അത് ലാ റൈബ ഫീഹി വലാ ഇവജ ഫീഹി വലാ ശക്ക ഫീഹി, യാതൊരു സംശയമില്ല. ഹുദൽ ലിൽ മുത്തഖീൻ, അത് സൂക്ഷ്മകൾക്കാണ് മാർഗദർശനം നൽകുന്നത്. അപ്പൊ പേടിക്കുന്നവർക്ക് മാത്രമേ മാർഗദർശനം കിട്ടൂ. ആരെങ്കിലും ഒരാളെ പേടിച്ച് ജീവിക്കേണ്ടതുണ്ട്, ഒരാളുടെ കൺട്രോൾ ഞാൻ ജീവിക്കേണ്ടതുണ്ട്, ഒരാളുടെ മുന്നിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരും എന്ന തോന്നലുള്ളവർക്ക് മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ, ഗൈഡൻസ് ചെയ്യുള്ളൂ. അതല്ലാതെ താൻ തോന്നിയായിട്ട് ജീവിക്കണം, എന്നെ ആരും ക്വസ്റ്റ്യൻ ചെയ്യാനില്ല എന്ന് വിചാരിക്കുന്ന ആൾക്ക് ഇതിൽ നിന്നും ഒന്നും കിട്ടില്ല. പിന്നീട് മുത്തഖീന്റെ വിശദീകരണമാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ എല്ലാം ഇവിടെ ലബോറട്ടറിയിൽ തെളിയിച്ചാൽ മാത്രമേ വിശ്വസിക്കൂ എന്ന് പറയുന്ന ആൾക്ക് എന്താണ്, അയാൾ മണ്ടനാണ്, അയാള് മണ്ടനാണ്, മരമണ്ടനാണ്. കാരണം എന്താ, ലബോറട്ടറി തെളിയിക്കാത്ത ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ലോകത്തുണ്ട്, പ്രപഞ്ചത്തിൽ. അപ്പൊ അയാൾക്ക് മാത്രമേ അപ്പൊ അദൃശ്യത്തിൽ വിശ്വസിക്കും. അപ്പൊ എന്താണ്, അങ്ങനെ ദൈവം എന്നതുണ്ട്, എന്റെ സൃഷ്ടാവ് എന്ന സംഗതി ഉണ്ട്, അവനാണ് എന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ റസൂൽമാരെ അയക്കും, ആ റസൂൽ മുഖേന എനിക്ക് ഗൈഡ് ലൈൻസ് തരുന്നുണ്ട്, റസൂൽമാര് മുഖേന ഗൈഡ് ലൈൻസ് തരുന്നുണ്ട്. അതേപോലെ റസൂൽമാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിതാബ് നൽകുന്നുണ്ട്. ഇതൊക്കെ അദൃശ്യ കാര്യങ്ങളുള്ളതാണ്. മലക്കുകളുണ്ട്, അതേപോലെ ഖദറുണ്ട്, അള്ളാഹ് നേരത്തെയും കിതാബുകൾ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, നേരത്തെയും റസൂലുമാർ വന്നിട്ടുണ്ട്. ഇതിലൊക്കെ വിശ്വസിക്കുന്നവരാണ്, അവർക്ക് മാത്രമേ ഗൈഡൻസ് കിട്ടൂ. പിന്നെ യുഖീമൂന സ്വലാത്ത, നമസ്കാരം നിലനിർത്തണം. ഇവിടെ അടുത്ത ചോദ്യം, എന്തുകൊണ്ട്, ഒന്ന് പറഞ്ഞെന്താണ്, ജാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ജാലിക്ക എന്ന വാക്ക് ഉപയോഗിച്ചു? രണ്ടാമത്തേത് യുഖീമൂന സ്വലാത്ത, നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് യുഖീമൂന സ്വലാത്ത എന്നാണ് പറഞ്ഞത്. നമ്മൾ നമസ്കാരത്തിന് എന്താ വാക്ക് പറഞ്ഞത്? സ്വലാത്തിന്റെ മാമി എന്താണ്? അല്ലദീന സ്വല്ല കഴിഞ്ഞിട്ട് അപൂർണ ക്രിയ അല്ലദീന യുസല്ലൂന എന്ന് പറഞ്ഞില്ല, അല്ലദീന യുസല്ലൂന എന്ന് പറഞ്ഞു, നമസ്കരിക്കുന്നവർ എന്നല്ല പറഞ്ഞു, അല്ലദീന യുഖീമൂന സ്വലാത്ത. അപ്പൊ ഇഖാമത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്ത്? ഇഖാമത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്ത്? അപ്പൊ സമയാസമയങ്ങളിൽ കൃത്യസമയങ്ങളിൽ കൃത്യമായി നിർദ്ദേശിക്കപ്പെട്ട രീതിയിൽ നിർവഹിക്കുക, അതിനാണ് ഇഖാമത്ത് സ്വലാത്ത് എന്ന് പറയുന്നത്. കൃത്യസമയത്ത് കൃത്യമായ രീതിയിൽ നിർദ്ദേശിക്കപ്പെട്ട രീതിയിൽ നിർവഹിക്കുക. കൃത്യമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ നിർദ്ദേശിക്കപ്പെട്ട രീതി, റസൂല് നമ്മെ പഠിപ്പിച്ച രീതിയിൽ സമയബന്ധിതമായി നിശ്ചയിക്കുക. അതിന് വേറൊരു വാക്കാണ് നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോ, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, അതെന്താണ്, സമയബന്ധിതമായിട്ട് നിർബന്ധമാക്കപ്പെട്ടതാണ്. അപ്പോ ലോഹറും സുബഹും ലോഹറും അസറും മഗ്‌രിബും ഇശാ എല്ലാം കൂടെ ഒരുമിച്ച് നമസ്കരിച്ചാൽ പോരാ. അതിന് ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട്. എങ്ങനെ നമസ്കരിക്കണം? പള്ളിയിൽ നിന്ന് വാങ്ങി കേൾക്കുന്നവരാണെങ്കിൽ അവിടെ പോയി നിസ്കരിക്കാം. അവിടെ നമസ്കാരത്തിനുള്ള സംവിധാനം ഇല്ലെങ്കിൽ നമസ്കാര സംവിധാനം ഉണ്ടാക്കാൻ അയാൾ ശ്രമിക്കാം. പരിസരത്തൊന്നും നമസ്കരിക്കാനുള്ള, കൂട്ടായിട്ട് നമസ്കരിക്കാൻ സംവിധാനം ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ നോക്കാം. അതൊക്കെയാണ് അതിന്റെ യുഖീമൂന സ്വലാത്ത് എന്ന് പറഞ്ഞതിന്റെ ആശയങ്ങൾ. അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യുഖീമൂന സ്വലാത്ത എന്നാണ് എല്ലാ സ്ഥലങ്ങളിലും നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിടത്തെല്ലാം
യുസല്ലൂന എന്നല്ല പറഞ്ഞത്, യുഖീമൂന സ്വലാത്ത എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം സമയബന്ധിതമായി അതാത് നമസ്കാരത്തിന്റെ സമയത്ത് കൃത്യമായ രീതിയിൽ നിർദ്ദേശിക്കപ്പെട്ട രീതിയിൽ നമസ്കരിക്കുക, നിർവഹിക്കുക. അപ്പോ എന്താ ജമാഅത്ത് അതിൽ വരും. മിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ. റസഖ്ന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നാം തന്നിട്ടുള്ള വിഭവം നൽകി. എന്ത് നൽകി? എന്ത് നൽകി? വിഭവം നാം നൽകി. വിഭവം നൽകി. എന്ത് വിഭവമാണ്? ആപ്പിളും മുന്തിരിയും ചോറും ചക്കയും മാങ്ങയുമാണോ? അല്ല, എല്ലാതരം എല്ലാ വിഭവമായി നൽകിയതെല്ലാം. അപ്പൊ നമ്മളെ ബുദ്ധി അതിൽപ്പെടും, എല്ലാ വിഭവങ്ങളും അതേപോലെ നമ്മളെ അറിവ് അതിൽപ്പെടും, നമ്മുടെ ആരോഗ്യം പെടും, എല്ലാം വരും. എന്ന് പറഞ്ഞാൽ ഖുർആനിലും അതിനു മുമ്പുള്ള വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നവരാണ് അവർ. ബിമാ ഉൻസില ഇലേക്ക് ഒമാ ഉൻസില മീൻ ഖബലിക്ക. അപ്പോ ഒമാ ഉൻസില മീൻ ഖബലിക്ക എന്ന് പറഞ്ഞാൽ എന്ത്? ഖുർആനിൽ മാത്രം വിശ്വസിക്കുന്നവരല്ല, ഖുർആന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലും. ബിൽആഖിറത്തി ഹും യൂഖിനൂൻ, അവർ പരലോകത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരുമാണ്, ദൃഢമായി വിശ്വസിക്കുന്നവരുമാണ്. അപ്പൊ ഈമാൻ കാര്യങ്ങൾ എത്ര കാര്യങ്ങളോട് പറഞ്ഞു? അള്ളാഹിന്റെ കാര്യം പറഞ്ഞില്ല ഇവിടെ. അതെല്ലാം കൂടെ ചേർത്ത് യുഖീമുന സ്വലാത്ത. ഗൈബിൽ വിശ്വസിക്കുന്ന കാര്യം പറഞ്ഞത്. അപ്പം ഗൈബിൽ വിശ്വസിക്കുന്ന കാര്യത്തിൽ നമുക്ക് എല്ലാം വരും. ഈമാൻ കാര്യങ്ങളുള്ള എല്ലാം ഗൈബിലുള്ളതാണ്. അപ്പൊ അതെല്ലാം അതിനകത്ത് പെട്ടു. പിന്നീട് ബിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന് പറഞ്ഞപ്പോ സക്കാത്ത് വന്നു. ബിമ്മ ഉൻസിലയിലേക്ക് ഒമ്മ ഉൻസില മിൻ ഖബലിക എന്ന് പറയുമ്പോൾ നേരത്തെ ഈമാൻ കാര്യങ്ങളിൽ പറഞ്ഞ കിതാബുകളിലുള്ള വിശ്വാസം വന്നു, പിന്നെ പരലോകത്തിലുള്ള വിശ്വാസം വന്നു, അന്ത്യദിനത്തിലുള്ള വിശ്വാസം വന്നു, പരലോകത്തിലുള്ള വിശ്വാസം, പുനരുദ്ധാന ജീവിതത്തിലുള്ള വിശ്വാസം. പിന്നീട് ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? ഉലൈക പറഞ്ഞു, അതിന്റെ കൂടെ ഹും പറഞ്ഞു. എന്തിനാണ്? ഊന്നി പറയുന്നത്. ഊന്നി പറയുന്നതിന് വേണ്ടിയാണ് ഹും പറഞ്ഞത്. അവരാണ് വിജയികൾ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് റിസർച്ച് ചെയ്യേണ്ട ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഗവേഷണം നടത്തേണ്ട ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ എന്ന് പറഞ്ഞു തന്നെയാണ്. അതെ, ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയികൾ. അപ്പൊ അവർ ഹുമുൽ മാത്രം മുഫ്ലിഹൂൻ എവിടെയൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ കണ്ടെടുക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞ ഈമാൻ കാര്യങ്ങൾ വിശ്വസിക്കുകയും ഇസ്ലാം കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നവരാണ് വിജയികൾ എന്നാ പറഞ്ഞത്. ഇവിടെ ഈമാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലെങ്കിലും അതിന്റെ പ്രതിനിധാനം ചെയ്യുന്ന പല കാര്യങ്ങളും പറഞ്ഞു. അതേപോലെ നമസ്കാരം പറഞ്ഞു, സക്കാത്ത് പറഞ്ഞു, അങ്ങനെയുള്ള അനുഷ്ഠാന കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ വിശ്വാസ കാര്യങ്ങളും അനുഷ്ഠാന കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കുന്നവരാണ് വിജയികൾ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വിജയികൾ, അവരാണ് വിജയികൾ എന്ന് വേറെ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് നോക്കിയിട്ട് അത് കണ്ടെത്തിയതാണ്. ഇതിന്റെ വീക്കാണ്. അടുത്ത ആഴ്ച ഇങ്ങനെയല്ല വരിക. അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് ഇനി 2 ദിവസം മുമ്പേ ഇത് അയച്ചു തരും. അടുത്ത പാഠം 2 ദിവസം മുമ്പേ അയച്ചു തരും. അങ്ങനെ ഓരോ ദിവസം 2 ദിവസം മുമ്പേ അയച്ചു തന്നിട്ട് പിന്നീട് പാഠം ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും ക്ലാസ് എടുക്കുക. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. അപ്പൊ ഇവിടെ മുത്തഖീൻ എന്ന് പറഞ്ഞ ഒരു പേഴ്സണാലിറ്റി പറഞ്ഞു. മുത്തഖീൻ എന്ന് പറഞ്ഞ എന്താണ്? ഒരു പേഴ്സണാലിറ്റി, ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി, വ്യക്തിയുടെ ഇനം. എന്താണ് പറഞ്ഞത്? വ്യക്തികളുടെ ഇനം. ഒരിനം വ്യക്തികൾ, ഒരിനം ആൾക്കാർ അല്ലേ? മുത്തഖീൻ എന്ന് പറഞ്ഞ ഒരിനം ആൾക്കാരല്ലേ? സൂക്ഷ്മത പാലിക്കുന്നു. ആണോ? അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ നോട്ട്ബുക്കിന്റെ ഒരു ഭാഗത്ത് എഴുതി വെക്കണം, ഒരിനം വ്യക്തി. ആരാണ്? വ്യക്തികൾ, പേഴ്സണാലിറ്റീസ്, ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ്. നമ്പർ 1 മുത്തഖീൻ. അടുത്ത എന്താണ്? ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോ ഇങ്ങനെ ഓരോ ആൾക്കാരെ കുറിച്ച് അത് മുത്തഖീന്റെ ബാക്കി ലക്ഷണങ്ങളാണ് പറഞ്ഞത്. മുത്തഖീന്റെ ലക്ഷണങ്ങളാണ് അല്ലദീനൊക്കെ പറഞ്ഞു. അടുത്ത പേഴ്സണാലിറ്റി എന്താ പറയുന്നത്? ഇന്നല്ലദീന കഫറു. അപ്പൊ അല്ലദീന കഫറു എന്ന് പറഞ്ഞത് ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയാണ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി അല്ലദീന കഫറു.
അവർക്ക് സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും. അം ലം സവാ എന്ന് പറഞ്ഞാൽ എന്താ തുൻദിർഹും. അർത്ഥം? സമമാണ്. ഈക്വൽ. സമമാണ്. ഈക്വൽ ആണ്. അഅൻദർതഹും അം ലം തുൻദിർഹും. എന്താ അർത്ഥത്തിലുള്ളത്? ആണോ ഉണ്ടോ? അവർക്ക് ആ. നൽകിയാലും ഇതാലും ഇല്ലെങ്കിലും ചോദ്യത്തിന്റെ ചെയ്താലും ചോദ്യത്തിന്റെ അൻദർത്തഹും അൻദർത്ത മുന്നറിയിപ്പ് നൽകും. നമ്മൾ പഠിച്ചതാണ്. അം ലം തുൻദിർഹും. അതല്ല ലം തുൻദിർഹും ചെയ്തില്ലെങ്കിലും. ലം തുൻദിർഹും. തുൻദിറിന്റെ റായിന് എങ്ങനെ സുക്കൂൻ വന്നു? നമ്മൾ പഠിച്ചത് യുൻദിർ യുൻദിറൂന തുൻദിർ തുൻദിറൂന എന്നല്ലേ പറഞ്ഞു. ലം വന്നു. തുൻജീർ. ലം വന്നുകൊണ്ട് ജസ്മി ചെയ്തു. ലം തുൻദിർഹും. അപ്പൊ നമ്മൾ ഹിഫ്ളാക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിക്കാം. ലം വന്നാൽ തുൻദിർഹും. തുൻജീർഹും. ലാ യുഅ്മിനൂൻ. ഖതമ അല്ലാഹു അലാ ഖുലൂബിഹിം. ഖതമ മുദ്ര വെച്ചു. മുദ്ര വെച്ചു. അലാ ഖുലൂബിഹിം, ഹൃദയത്തിൽ മുദ്ര വെച്ചു. അവരുടെ ഹൃദയങ്ങളിൽ. വഅലാ സംഇഹിം, എവിടേക്കാണ് മുദ്ര വെച്ചിരിക്കുന്നത്? അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം. അവരുടെ ചെവിയിലും. അപ്പം പിന്നെ അപ്പൊ കണ്ണിൽ എന്താ ഉള്ളത്? അബ്സാരിഹിം ഗിശാവത്തുൻ. എവിടേക്കാണ് ഖിതാം ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ കൽബിലും സമയിലുമാണ്. കൽബിലും സമയിലുമാണ്. അലാ ഖുലൂബിഹിം അലാ സമഇഹിം. സമഇ കേൾവി. സമയ കേട്ടു. സമയ പുതിയ വാക്കാണെന്ന് തോന്നല്ലോ. സമഇന്റെ മാവി എന്താ? എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ട് പറയേണ്ടി വരരുത്. فتح يفتح. അല്ല സമയ ഇസ്മാ വേറെ. ഖുലൂബിന്റെ മുഫ്രദ്. ഖുലൂബിന്റെ മുഫ്രദ്. ഖുലൂബിന്റെ മുഫ്രദ്. അലാ ഖുലൂബിഹിം അലാ സമഇഹിം വല അബ്സാരിഹിം ഗിശാവത്തുൻ. അപ്പൊ അവിടെ നിർത്തിയാൽ മാത്രമേ എന്താവുള്ളൂ? ഈ ഖതമിന്റെ പ്രാധാന്യം അവിടെ ക്ലിയർ ആവുള്ളൂ. ഖതമ അല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം. അത് നിർത്തി ഓതണം. എന്നാൽ ഈ നിർത്തൽ വാജിബാണെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ നിർത്തി ഓതിയാലേ കേൾക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ. എന്താ പറയേണ്ടത്? ഖതമ അല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ. അവരുടെ കാഴ്ചകൾ എന്തുണ്ട്? ഹിഷാവത്തിന്റെ മാവി എന്താ? ഹിഷാവത്ത് എന്ന് പറയുമ്പോ ആവരണം, മൂടി. വലഹും അദാബുൻ അളീം. ഇഷാവത്ത് ക്രിയാദാദാ? ഇഷാവത്ത് ക്രിയാദാദ്. അത് മൂടി. ആവരണത്തിന്റെ പേര്. ആവരണം ചെയ്യുന്നതിന്റെ ആവരണം ചെയ്തു. ആവരണം ചെയ്തു എന്നല്ല, മൂടി, കവർ, ആവരണം, അടപ്പ്. അടപ്പ് അടപ്പ് അതിനാണ് ഹിഷാവത്ത് എന്ന് പറയുന്നത്. നമ്മള് പാത്രം വെച്ചിട്ട് അതിന് മൂടില്ലേ? അതിനെന്താ പറയുന്നത്? ആവരണം ചെയ്യുന്നു പറയില്ലേ? ആവരണം ചെയ്യുന്നതല്ല, അത് റാഷിൻ ആണ്. റാഷിയ യഗ്ഷ റാഷിൻ. റാഷിൻ ആവരണം ചെയ്യുന്നവൻ. അപ്പം റാഷിൻ എന്ന് പറഞ്ഞാലും ഇതേ അർത്ഥം വരും. പക്ഷെ അവിടെ കർത്താവിനെ ഉപയോഗിച്ചിട്ടാണ് അർത്ഥം വന്നത്. ആ റാഷിനാണ് ഹദീസുൽ റാഷിയത്തി എന്ന് പറഞ്ഞത്. അപ്പൊ റാഷിന്റെ സ്ത്രീലിംഗം വന്നപ്പോ റാഷിയത്തിൻ എന്ന് പറഞ്ഞു. അവിടെ എന്താ ഉപയോഗിച്ചത്? അവിടെ കർത്താവിന്റെ രൂപമാണ് ഉപയോഗിച്ചത്. റാഷിൻ മൂടുന്നത്, റാഷിയത്തിൻ മൂടുന്ന ഇതാണ്. പക്ഷെ സ്ത്രീലിംഗമായിട്ട് ഉപയോഗിച്ചു. ഹദീസ് വന്നതുകൊണ്ട് ഹദീസുൽ റാഷിയത്തി എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? ഗിശാവത്ത് എന്ന് പറഞ്ഞാൽ മൂടുന്ന സാധനത്തിന് പറയുന്ന പേരാണ് ഗിശാവത്ത്. There is a layer covering their vision. There is a layer covering their vision. അവരുടെ കാഴ്ചയെ മൂടുന്ന ഒരു ആവരണം അവിടെ ഉണ്ട്. വലഹും അദാബുൻ അളീം. അപ്പൊ അവർക്ക് കാണാത്ത എന്തുകൊണ്ടാണ്? അവരിൽ കുഫ്ർ ഉള്ളത് കൊണ്ടാണ്. അവരിൽ കുഫ്ർ ഉള്ളതാണ്.
പേഴ്സണാലിറ്റി ടൈപ്പ് 2 അവർക്ക് ദേ കനോട്ട് സീ ദ ട്രൂത്ത്, സത്യത്തെ കാണാൻ പറ്റില്ല, അവർക്ക് സത്യത്തെ കേൾക്കാൻ പറ്റില്ല, അവർക്ക് സത്യത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. അതാണ് വലഹും അദാബുൻ അദീം. അങ്ങനെയുള്ളവർക്ക് ശിക്ഷയുണ്ട്. മിനന്നാസി മൻ യഖൂലു, മിനന്നാസി മൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ ചിലരുണ്ട്. മിനന്നാസി ജനങ്ങളിലുണ്ട്, മൻ ഒരുവൻ, മൻ എന്ന് പറഞ്ഞാൽ ദ വൺ ഹൂ, യഖൂലു ഹി ഈസ് സേയിങ് അവൻ പറയുന്നു, ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. ഇതെന്താണ് മൂന്നാമത്തത്? പേഴ്സണാലിറ്റി ടൈപ്പ് 3. പേഴ്സണാലിറ്റി ടൈപ്പ് 2 അല്ലദീന കഫറു. പേഴ്സണാലിറ്റി ടൈപ്പ് 3 യഖൂലൂന ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. അവർക്കെന്താ നമ്മൾ അറബിയിൽ പറയുന്നത്? ഒരു ഒറ്റ വാക്ക്, മുനാഫിഖ്. മുനാഫിഖ്. യഖൂലൂന ആമന്നാ ബില്ലാഹി യഖൂലു ആമന്നാ ബില്ലാഹി, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, വബിൽ യൗമിൽ ആഖിരി. അപ്പൊ ആമന എന്ന ഫീലിന്റെ കൂടെ വരുന്ന അവ്യയം ഏതാണ്? പ്രപ്പോസിഷൻ എന്ത് വരണം? ബി വരും. ആമനയുടെ കൂടെ ബി വരും. എന്തിൽ വിശ്വസിച്ചു എന്നത്. ആമന്ന ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചു, പരലോകത്തിൽ വിശ്വസിച്ചു എന്നൊക്കെ അവർ പറയും. വമാഹും ബിമുഅ്മിനീൻ, വമാഹും ബിമുഅ്മിനീൻ. അവിടെ ഇവിടെ മാ എന്നത് ലൈസയെ പോലുള്ള മായാണ്. അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ. അപ്പൊ ലൈസയുടെ കൂടെ എന്തുണ്ട്? ബി ഉണ്ട്. അതേപോലെ മായുടെ കൂടെ ബി വന്നാൽ ലൈസയുടെ കൂടെ അർത്ഥത്തിലാണ് വരിക. വമാഹും ബിമുഅ്മിനീൻ, അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല. അങ്ങനെയുള്ളവരുണ്ട്. യുഖാദിഊന, ഖാദഅ വഞ്ചിച്ചു, ഖദഅ അല്ല, ഖാദഅ യുഖാദിഉ, ഖാദഅ യുഖാദിഉ ജാഹദ ഗ്രൂപ്പ്, ഖാദഅ യുഖാദിഉ ഖാദിഅ. ജാഹദ ഗ്രൂപ്പ് അല്ലേ? അതെ. അപ്പൊ യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു, അവർ അള്ളയെയും വിശ്വാസികളെയും വഞ്ചിക്കുന്നു. വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും, യഥാർത്ഥത്തിൽ അവർ തന്നെ അല്ലാതെ വഞ്ചിക്കുന്നില്ല. ഇപ്പൊ എന്തിനാണ് ഇവിടെ വമാ യഖ്ദഊന ഇല്ല ഉപയോഗിച്ചത്? മായും ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവർ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത്. അപ്പൊ ഇന്ന പറയുന്നതിന് പകരമുള്ള ഒരു യൂസേജ് ആണ് മാ ഇല്ല. മായും ഇല്ലായും. അതിൽ ഡബിൾ നെഗറ്റീവ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? എംഫസൈസ് ചെയ്യുന്നതിനാണ്, ഉറപ്പിച്ച് പറയുന്നതിനാണ്. വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും, അവർ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത്. വമാ യശ്ഉറൂൻ, ശഅറ യശ്ഉറു, മനസ്സിലാക്കി, ഗ്രഹിച്ചു. ഇന്ന പറയുന്നതിന് പകരം അവർക്ക് മനസ്സിലാകും. ഒന്നുകൂടെ പറയണ്ട, രണ്ടാമത് വീഡിയോ കേട്ടാ മതി. സെന്റൻസ് കാണാൻ പഠിക്കരുത് കേട്ടാ. അത് ഉറപ്പിച്ച് പറയുന്നതിന് വേണ്ടിയുള്ളതാണ്, ഉറപ്പിച്ച് പറയുന്നതിന് വേണ്ടിയുള്ളതാണ്. ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആണോ? ഖാദിഊന അല്ല ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി. യഖൂലു ആമന്ന ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി മാ ഹും ബിമുഅ്മിനീൻ. അപ്പൊ മുനാഫിഖ്. അപ്പൊ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി അടുത്ത ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി മുനാഫിഖ്. അപ്പൊ മുത്തഖീനെ പറഞ്ഞു, അല്ലദീന കഫറു പറഞ്ഞു, മുനാഫിക്കിനെ കുറിച്ച് മുനാഫിനെ പറഞ്ഞു. മുനാഫിഖ് എന്ന വാക്ക് ഇല്ല. മുനാഫിഖ് എന്ന് പറഞ്ഞ ഇവിടെ ഇല്ല. പക്ഷെ അത് ഒറ്റ വാക്കിൽ പറയുമ്പോൾ മുനാഫിഖാണ്. അല്ലദീന കഫറു എന്ന് പറഞ്ഞതിന് അല്ലദീന നമ്മൾ രണ്ട് വാക്കിലെങ്കിലും പറഞ്ഞു, അതിന് പകരം കാഫിർ എന്ന വാക്ക് ഉപയോഗിക്കാം. ഇവിടെ വമാഹും ബി മുഅ്മിനീൻ എന്ന് പറയുന്നത് വേറൊരു പേഴ്സണാലിറ്റിയാണ്, വിശദീകരിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവർ യഥാർത്ഥ വിശ്വാസികളല്ല എന്ന് പറഞ്ഞു. അപ്പൊ മുഅ്മിൻ എന്ന് പറയുന്നത് മറ്റൊരു പേഴ്സണാലിറ്റിയാണ്.
ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദൻ. ഫീ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ട് മറദുൻ രോഗം. രോഗം. ഫസാദഹുമുല്ലാഹു മറദൻ അവർക്ക് അല്ലാഹ് രോഗം വർദ്ധിപ്പിച്ചു. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ സത്യത്തെ കാണാൻ പറ്റാത്തത് അവർ കാഫിറുകളായത് കൊണ്ടാണ് അവർക്ക് സത്യം കാണാൻ പറ്റാത്തതും കേൾക്കാൻ പറ്റാത്തതും ചിന്തിക്കാൻ പറ്റാത്തതും. അവരിൽ എന്തുണ്ട്? കുഫറുണ്ട്. അതേപോലെ ഇവിടെ അവരെന്തുകൊണ്ട് പുറത്ത് വിശ്വസിച്ചു എന്നും അകമേ അതിന് വിരുദ്ധമായിട്ടും ചെയ്യുന്നു? രോഗമുണ്ട്, അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ട്, വൈറസ് കയറി കൂടിയിട്ടുണ്ട്. മറലൻ. അപ്പൊ വൈറസ് ഉള്ളതിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? വൈറസ് വർദ്ധിപ്പിക്കുകയുള്ളൂ. ആ അപ്പൊ അത് ഒരു ഫിസിക്കലി ഉള്ള ഒരു സംഭവം കൂടിയാണ്. ഫിസിക്കലി ഉള്ള സംഭവമാണ്. അതായത് 2 പഴുത്ത തക്കാളി വെച്ചിരുന്നു. ഒരു തക്കാളി ചീഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത തക്കാളിയും ചീയും. അതേസമയം ഒരു തക്കാളി ചീഞ്ഞിട്ടുണ്ട്, അടുത്ത തക്കാളി പച്ചയാണെങ്കിൽ ആ പച്ച തക്കാളി അങ്ങനെ തന്നെ ഇരിക്കും. കേട്ടാ? അതായത് നമ്മൾ പറയുന്ന പിന്നെ വൈറസ് സിദ്ധാന്തം ഉണ്ടല്ലോ, വൈറസ് ബാധിക്കും എന്ന് പറഞ്ഞത്, നമ്മുടെ ആരോഗ്യത്തിൽ നമ്മൾ വീക്കാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമ്മളെ വൈറസ് ബാധിക്കൂ. നമ്മുടെ പ്രതിരോധ ശേഷി കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ വൈറസ് ബാധിക്കുള്ളൂ. കാരണം നമ്മൾ വൈറസ് ബാധിക്കാൻ പ്രാപ്തമാണ് നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം. അപ്പോഴെന്ത് ചെയ്യും? വൈറസ് കയറും. അപ്പൊ ഈ മുനാഫിക്കളുടെ മനസ്സ് എന്തുകൊണ്ട് വൈറസ് കയറുന്നു? ഈ ഖുലൂബിഹിം മറദൻ. അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട്. ആ രോഗത്തെയാണ് എന്ത് ചെയ്യുന്നത്? വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. ഫസാദയല്ല, ക്ലാസ് എടുക്കുമ്പോ ആ വാക്ക് കേൾവിക്കാരന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം? അക്ഷരങ്ങൾ മാറ്റിയിട്ട് ക്രിയ മാത്രം പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ എംഫസൈസ് മാറിപ്പോ. ജാദഹുമുല്ലാഹു മറദൻ. ജാദയ്ക്ക് 2 അർത്ഥമുണ്ട്. എന്താ അർത്ഥം? വർദ്ധിച്ചു എന്നുണ്ട്, വർദ്ധിപ്പിച്ചു എന്നുണ്ട്. എപ്പോഴാണ് ജാദയ്ക്ക് വർദ്ധിപ്പിച്ചു എന്നർത്ഥം വരുന്നത്? ജാദയുടെ കൂടെ കർമ്മം വന്നാൽ. ജാദ കർമ്മം ഇല്ലാതെ വന്നാൽ വർദ്ധിച്ചു. ജാദൽ മതറു, മഴ വർദ്ധിച്ചു. ജാദൽ മാഉ, വെള്ളം വർദ്ധിച്ചു. ജാദഹും എന്ന് പറഞ്ഞപ്പോ എന്തായി? അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു. അപ്പൊ ജാദയുടെ കൂടെ ക്രിയയുടെ കൂടെ സർവനാമം വന്നാൽ അത് മഫ്ഊൽ ബിഹിയാണ്. മഫ്ഊൽ ബിഹി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് വർദ്ധിപ്പിച്ചു എന്നാണ്. ജാദഹുമുല്ലാഹു മറദൻ. അപ്പൊ മറദൻ എന്തുകൊണ്ട് നസ്ബ് വന്നു? മഫ്ഊൽ ബിഹി സാനി. മഫ്ഊൽ ബിഹി സാനിൻ, രണ്ടാമത്തെ മഫ്ഊൽ ബിഹി സാനിൻ എന്നാ പറയുക. ഒന്നാമത്തെ മഫ്ഊൽ ബിഹി ജാദയുടെ കൂടെ ഉള്ളത്. ജാദഹും അവർക്ക് വർദ്ധിപ്പിച്ചു. ആര് വർദ്ധിപ്പിച്ചു? അല്ലാഹ് വർദ്ധിപ്പിച്ചു. ലഫ്ളുൽ ജലാലത്ത് ഫാഇല്, മറദൻ മഫ്ഊൽ ബിഹി. അപ്പൊ അവർക്ക് അല്ലാഹ് വർദ്ധിപ്പിച്ചു. എന്തിനെ വർദ്ധിപ്പിച്ചു? രോഗത്തെ. അപ്പം ജാദയ്ക്ക് കർമ്മം വന്നിട്ടുണ്ടെങ്കിൽ 2 കർമ്മം വേണം. 2 കർമ്മം ഉണ്ടല്ലോ. വേണമെന്ന് പറയാ. അപ്പൊ വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോ എന്തിനെ വർദ്ധിപ്പിച്ചു എന്ന് കൂടെ പറയാം. ഓക്കെ. വലഹും അസാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ. അവർക്ക് ശിക്ഷ വരാൻ കാരണം എന്താണ്? കാനൂ യക്ദിബൂൻ, കളവ് പറഞ്ഞതുകൊണ്ട്. കളവ് പറഞ്ഞുകൊണ്ട്. കാനൂ യക്ദിബൂൻ, അവർ കളവ് പറഞ്ഞു കൊണ്ടിരുന്നത് കൊണ്ട്. കളവ് പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട്. കദബ യക്ദിബു എന്ന് പറഞ്ഞാൽ കളവ് പറഞ്ഞു. കദബ കളവാക്കി. അവർ കളവ് പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടാണ് അവർക്ക് എന്തുണ്ടായത്? ശിക്ഷ കിട്ടിയത്.
عذاب أليم. وإذا قيل لهم لا تفسدوا فقيل أي نوع من الفعل؟ قيل قال فعل قال فعل قيل مجهول. مجهول. قال قيل فعل مجهول. ما هي കർമ്മണി المعروف؟ പ്രയോഗം കർമ്മണി അതെ ما هي المعروف? ഇനി നമ്മളെ ക്ലാസ്സിൽ കർത്തരിയും കർമ്മണിയൊന്നും ഇല്ല. മാറൂഫ് മജ്ഹൂൽ. ഇല്ല. നിങ്ങൾ ചെറിയ കുട്ടികൾക്ക് ക്ലാസ്, ചെറിയ ആൾക്കാർ, ദർജയിലുള്ള ആൾക്കാർ ക്ലാസ് എടുക്കുമ്പോൾ ചെയ്യണം. തുടക്കക്കാരെ ക്ലാസ് എടുക്കുമ്പോൾ അതൊക്കെ പറഞ്ഞു തരും. അതിന്റെ തർജ്ജമ ചെയ്തു തരണം. മജ്ഹൂൽ നമ്മൾ നേരത്തെ പറഞ്ഞു. മജ്ഹൂൽ അറിയപ്പെടാത്തത്. പെടാത്തത് മറ്റേത് കർമ്മണി പ്രയോഗം കീല അറിയപ്പെടാത്തത് മജ്ഹൂൽ. മജ്ഹൂൽ അറിഞ്ഞൂലേ? ജാഹിൽ ആരാ? അറിവില്ലാത്തത്. അറിവില്ലാത്തവൻ. മാറൂഫ് എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ. അറിയപ്പെടുന്നത്. മാറൂഫ് അറിവുള്ളവനാണെന്നാണോ? അറിയപ്പെടുന്നത്. മാറൂഫ് എന്നാണ് എന്റെ അർത്ഥം. നെക്കിറയും മാരിഫ അതിൽപ്പെട്ടതാണ്. നക്കിറയും മാരിഫയല്ല ഇത്. അല്ല, നക്കിറയും മാരിഫയല്ലോ. പറഞ്ഞില്ല. അത് പറഞ്ഞു. അത് പിന്നെ പറയും. ഈ മാരിഫ നമ്മൾ അടിച്ചില്ലല്ലോ. നക്കിറയും മാരിഫയല്ല. എല്ലാം നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇനി നമ്മള് മായിദ വരെ എത്തുമ്പോഴത്തേക്ക് എല്ലാം പഠിക്കും. അല്ല, നമ്മള് പക്ക തുടങ്ങിയിട്ടല്ല ഉള്ളൂ. ആദ്യത്തെ ക്ലാസ് അല്ലേ ഞങ്ങൾക്ക്. തദബ്ബുർ തുടങ്ങിയിട്ടേ ഉള്ളൂ. അല്ല, നേരത്തെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അത് എംഫസൈസ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. അറിയപ്പെടുന്നത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് സമയത്തെ അതിന്റെ ഗ്രാമറിന്റെ കൂട്ടത്തിൽ അന്ന് പറഞ്ഞു മനക്കരമായിരിക്കും. ഡെഫിനിറ്റ് ഇൻഡെഫിനിറ്റ് എന്നൊക്കെ പറഞ്ഞു. അത് തന്നെ. ഇവിടെ എന്താണ്? ഇവിടെ മജ്ഹൂൽ മാറൂഫ്. ഈ മജ്ഹൂൽ മാറൂഫ് എന്ന് പറഞ്ഞാൽ മജ്ഹൂലുൽ ഫാഇൽ എന്നാണ്. ഫാഇൽ മജ്ഹൂലാണ്. ഫാഇലിനെ കുറിച്ച് അറിയില്ല. മാറൂഫ് എന്ന് പറഞ്ഞാൽ മാറൂഫുൽ ഫാഇൽ, ഫാഇലിനെ അറിയപ്പെടുന്നത്. ഖീലയുടെ മാറൂഫ് എന്താണ്? കാല. അപ്പൊ കാല യഖൂലു ഖുൽ ഖൗലുൻ എഴുതിയതിനു ശേഷം എന്റെ താഴെ ഖീലയുടെ മുളാരി എന്തായിരിക്കും? യുഖാലു ഹാദല്ലദീ കുന്തും ബിഹി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. യുഖാലു പറയപ്പെടും. ഖീല പറയപ്പെട്ടു. യുഖാലു പറയപ്പെടും. വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. അപ്പൊ ഇതെല്ലാം കാപ്പട വിശ്വാസികളുടെ ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞത്. ഏതാണ്? അമിനന്നാസി മൻ യഖൂലു മോല് പറഞ്ഞത്. ഇത് ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ വരെ പറഞ്ഞ എന്താ? വിശ്വാസികളുടെ മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞതാണ്. ഓക്കെ, അർത്ഥം തരൂലേ? ഏത് അർത്ഥമൊന്നും തരത്തില്ലേ? ഇനി എന്തർത്ഥം? ഇത് അർത്ഥം വന്നില്ലല്ലോ. ഇനി എന്തർത്ഥം? അതൊക്കെ എഴുതി കാണിക്കാൻ പറ്റും സ്ലൈഡായിട്ട്. അല്ല, ഇതിൽ ഏതാണ് നിങ്ങൾക്ക് പിന്നെ പുതിയ വാക്ക്? ചില വാക്കുകൾ നമുക്ക് പെട്ടെന്ന് കിട്ടാതിരിക്കും. മറ്റു ഫോംസ് എഴുതുമ്പോഴേ അതൊക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ സ്ലൈഡ് കാണിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. കാല പറഞ്ഞ കീല പറയപ്പെട്ടു. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഞാൻ ഉസ്താദിന്റെ അടുത്ത് മാത്രം പഠിച്ച ആളാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് എല്ലാം ഇത്ര വരെ ഹെഡ്സെറ്റ് വെച്ചിട്ടില്ല. മനസ്സിലാക്കാൻ പഠിക്കാൻ പറ്റും. ഹെഡ്സെറ്റ് വെക്കാത്തവര് പറയുന്നത് എനിക്ക് കേൾക്കില്ല കേട്ടോ. ഞാൻ എന്റെ പറയുന്നത് കേൾക്കുന്നില്ല. നിങ്ങൾ പറയുന്നത് ക്ലിയർ അല്ല. പിന്നെ വേറെ ഒരു സഹോദരി പറഞ്ഞത് ക്ലിയർ അല്ല. ആർക്ക് അറിയാം? ഹെഡ്സെറ്റ് ഫോണിന്റെ കൂടെ മാത്രം ഫോൺ ഡിസ്റ്റൻസിലായിരിക്കുന്നു. ഞാനിവിടെ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെവി കേൾക്കുന്നു. ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നു. അതുകൊണ്ടാണ്. എനിവേ, നമ്മൾ പറഞ്ഞു വന്നത് ഇതിൽ പുതിയ വാക്ക് നോക്കുക. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി. റൈബ് പുതിയ വാക്കാണ്. ഹുദൽ മുത്തഖീൻ എല്ലാം പഴയ വാക്കാണ്. അല്ലദീന യുമിനൂന ബിൽ ഗൈബി, ഗൈബ് പുതിയ വാക്കാണ്. അല്ലദീന യുമിനൂന ബിൽ ഗൈബി, അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരായ.
ഹുദല്ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞു. അത് സൂക്ഷ്മാലുക്കൾക്ക് മാർഗദർശനമാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരായ, വയുഖീമൂന സ്വലാത്ത, നമസ്കാരം നിലനിർത്തുന്നവരും, വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് നാം നൽകിയതിൽ നിന്നും ചിലവഴിക്കുന്നവരുമായ. അല്ലദീനയുടെ വിശദീകരണമാണ്. അല്ലദീന മുതൽ തുടങ്ങിയിട്ട് അല്ലദീന എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടരാണ്. യുഅ്മിനൂന ബിൽ ഗൈബി വയഖീമൂന സ്വലാത്ത വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലദീനയുടെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. യുഅ്മിനൂന ബിൽ ഗൈബി, യുഖീമൂന സ്വലാത്ത, മിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ. 3 കാര്യങ്ങൾ. അവർ യുഅ്മിനൂന ബിൽ ഗൈബിയാണ്, അദൃശ്യത്തിൽ വിശ്വസിക്കും. യുഖീമൂന സ്വലാത്ത, നമസ്കാരം നിലനിർത്തും. മിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ. ആ 3 വിശേഷണങ്ങൾ ഉള്ളവരാണ് അല്ലദീന. അങ്ങനെയുള്ളവരായ മുത്തഖികളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ വല്ലദീന, പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബലിക, താങ്കൾക്ക് ഇറക്കപ്പെട്ടതിലും താങ്കൾക്ക് മുമ്പുള്ളവർക്ക് ഇറക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നവരും ആണ്. വബിൽ-ആഖിറതി ഹും യൂഖിനൂൻ, പരലോകത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരുമാണ്. ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം, അവർ രക്ഷിതാവിൽ നിന്നുള്ള മാർഗദർശനത്തിലായിരിക്കും. അപ്പൊ നമുക്കെന്ത് കിട്ടും? നമ്മൾ ഇങ്ങനെ ഒരു ഈമാനിന്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ നമുക്ക് ഗൈഡ് ലൈൻസ് കിട്ടും, അവബോധം കിട്ടും. അപ്പൊ നമുക്ക് എപ്പോൾ ഹുദൻ ഉണ്ടാകും? നമ്മൾ ഈ പറഞ്ഞ പ്യൂരിറ്റി കീപ്പ് ചെയ്യുക, മാനസികമായ ശുദ്ധി കീപ്പ് ചെയ്യുക, ശാരീരികമായ ശുദ്ധി കീപ്പ് ചെയ്യുക, വിശ്വാസപരമായ ശുദ്ധി കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ എല്ലാ സന്നിഗ്ധ ഘട്ടത്തിലും നമുക്ക് അവബോധവും ഉൾക്കാഴ്ചയും ലഭിക്കും. വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആദ്യത്തിലേക്ക് പോകുന്നില്ല. ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം എന്ന് പറഞ്ഞാൽ അവർ രക്ഷിതാവിൽ നിന്നുള്ള മാർഗദർശനത്തിലായിരിക്കും. അപ്പൊ അവർക്ക് ഉൾവിളി കിട്ടിക്കൊണ്ടേയിരിക്കും. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ചവർ. അപ്പോ ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് പറഞ്ഞ് വേറെയും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കണ്ടെത്തിയിട്ട് ഏതൊക്കെ സൂറത്തിലാണ് ആയത്തിന്റെ നമ്പറാണ് കിട്ടേണ്ടത് അത് ഗ്രൂപ്പിലിടണം. അല്ലദീന കഫറൂ സവാഉൻ അലൈഹിം, സവാ പുതിയ വാക്കാണ്. അല്ലദീന കഫറൂ സവാഉൻ അലൈഹിം, സത്യനിഷേധികളാകട്ടെ. ഗ്രൂപ്പിലിടാൻ എങ്ങനെ നമുക്ക് അറിയാം? നെറ്റ് സെർച്ച് ചെയ്യണ്ട. ഗ്രൂപ്പിലിടാണെങ്കിൽ വായിച്ചു നോക്കണം, ഖുർആൻ വായിച്ചു നോക്കണം. റീഡ് മോർ. മൊത്തമായിട്ട് വായിച്ചു കേൾക്കുമ്പോ കൊറേ വായിക്കണ്ടേ? അപ്പൊ ഉമ്മൽ മുഫ്ലിഹൂൻ കണ്ടു നോക്കി. ഞാൻ സംസാരിക്കും, ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ചില ആൾക്കാർ ഇവിടെ ക്ലാസ് നോക്കി മൊബൈൽ നോക്കിയിട്ട് അങ്ങ് പറഞ്ഞത്. ഞാൻ സെർച്ച് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ കുട്ടികളോട് ചോദിച്ചു പഠിക്കും. എങ്ങനെ സെർച്ച് ചെയ്യാം? ഖുറാനിൽ സെർച്ച് ചെയ്യുന്നൊക്കെ ഉണ്ട്, കുട്ടികൾക്ക് അറിയാം. വീട്ടില് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളോട് ചോദിച്ചാൽ മതി, പറഞ്ഞുതരും. ഒഴിവുള്ള കുട്ടികളുണ്ടായി കിട്ടാൻ പണിയാണ്. നോക്കട്ടെ. ഒഴിവില്ലാത്ത കുട്ടികളോട് ചോദിക്കുന്നതാണ് നല്ലത്. ഒഴിവുള്ള കുട്ടികൾ ഇതൊന്നും ചെയ്യില്ല. ഒഴിവില്ലാത്ത കുട്ടികളൊക്കെ കളിക്കുന്ന ആൾക്കാർ. നമുക്ക് കുട്ടികളൊന്നും ഇല്ല, എന്ത് ചെയ്യും? കുട്ടികളുണ്ടാവും. കുട്ടികളെ കണ്ടെത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും? കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യാം. ഇത് നമ്മൾ അവരിൽ നിന്ന് ഇങ്ങോട്ടും പഠിക്കാം. അവിടെ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമുക്ക് മോനെ ഇതെന്താന്ന് പറഞ്ഞു തരും, നീ ഇതെങ്ങനെ കണ്ടുപിടിക്കും? അല്ല, എത്ര എണ്ണം ഇടണമെന്നുണ്ടോ, അതോ കുറെ ഇടണോ? കുറെ ഇടണം. അതിനാണ് നിങ്ങൾക്ക് പൈസ വാങ്ങിച്ചത്, നിങ്ങൾ പണിയെടുപ്പിക്കാൻ വേണ്ടി. നിങ്ങൾ പണിയെടുപ്പിക്കാൻ വേണ്ടിയാണ് പൈസ എടുത്തത്. അത് കുറച്ചാൾ പണിയെടുത്ത് കഴിയുമ്പോൾ പിന്നെ നമ്മളെന്താവും? അപ്പൊ നിങ്ങൾ മൊബൈലിൽ നിർബന്ധമായും അറബി ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യണം. അത് അറിഞ്ഞുണ്ടെങ്കിൽ എല്ലാം കുട്ടികൾ പറഞ്ഞുതരും. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അറബിക് ഫോണ്ട് കുട്ടികൾ അറബി ഫോൾഡറോ? അറബി ഫോൾഡറോ? അറബി ഫോണ്ട് കുട്ടികൾ പറഞ്ഞു, ഉസ്താദ് പറഞ്ഞ പോലെ കുട്ടികൾ പറഞ്ഞുതരും. നിങ്ങൾ സംശയിക്കണ്ട, നിങ്ങൾ കുട്ടികൾ പറഞ്ഞുതരും. അല്ലെങ്കിൽ വഴിയെ പോകുന്ന ഏതെങ്കിലും കുട്ടിയോട് ചോദിച്ചാലും മതി. പണിയെടുക്കാതെ കാര്യം നടക്കില്ല. ഇത് ഇല്ലല്ല, അങ്ങനെയൊന്നും ഇല്ല. കുട്ടികളോട് നിങ്ങൾ അതിൻ്റെതായ വട്ടത്തിൽ പറയണം.
ഞാൻ എനിക്ക് അറിയാത്തവരെല്ലാം കുട്ടികളോടാ ചോദിക്കുന്നത്. 5 വയസ്സുള്ള കുട്ടികൾ, 7 വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ട്, പേരക്കുട്ടികൾ. അവരോട് ചോദിക്കും. അവർ ചോദിച്ചാൽ പറഞ്ഞു മോളെ ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ പറഞ്ഞു. അവർക്കറിയാം. അവർക്കറിയാം. അവരുടെ അടുത്ത് വീഡിയോ, അവർക്ക് ഇഷ്ടമുള്ള വീഡിയോ കണ്ടെത്തുന്നുണ്ടല്ലോ. വായിക്കാൻ അറിയാത്ത കുട്ടി അവർക്കുള്ള വീഡിയോ എങ്ങനെ കണ്ടെത്തുന്നത്? ഗൂഗിളിൽ സെർച്ച് ചെയ്യണമെങ്കിൽ അതെന്താണ് അടിച്ചു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഏതാണ് അടിച്ചു കൊടുക്കേണ്ടത്? കുട്ടികളോട് ചോദിക്കാം. കുട്ടികളോട് ചോദിച്ചാൽ പറഞ്ഞുതരും. അറബി ഫോണ്ട് എങ്ങനെ സെർച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞുതരും. ഇന്ന് എല്ലാ കുട്ടികളും നല്ല എക്സ്പേർട്ട് ആണ്. കുട്ടികൾ പറഞ്ഞു തരും. കുട്ടികൾക്കൊക്കെ അറിയാം. പക്ഷെ കുട്ടികൾ പണിയെടുക്കുന്നില്ല. പക്ഷെ ആ പണിയെടുക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ കഷ്ടപ്പെട്ട് കറി ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടികൾ വേറെ എന്തൊക്കെ പഠിച്ചോണ്ടിരിക്കുക. അവര് AI എന്താണെന്ന് എന്റെ പേരക്കുട്ടികൾ AI എന്താണെന്ന് പറഞ്ഞു നോക്കി. ശരിയാ, എല്ലാ കുട്ടികൾക്കും അറിയാം. അപ്പൊ എനിക്ക് AI എന്താണെന്ന് അറിയില്ല. അപ്പൊ ഞാൻ മോളോട് ചോദിച്ചു, പേരക്കുട്ടിയോട് ചോദിച്ചു AI എന്താണെന്ന് ചോദിച്ചു. അപ്പൊ കുട്ടികൾ മോള് പറഞ്ഞു നമുക്ക് നഷ്ടം. കുട്ടിയോട് ചോദിച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് എനിക്കും അത് കുട്ടികളാ പറഞ്ഞു തന്നെ. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് റീസെന്റ്ലി ഉണ്ടായ സംഭവമാണ്. അവരെ സ്കൂളിലും കോളേജിലൊന്നും പഠിപ്പിച്ചിട്ടില്ല. അല്ല, അതിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ അവർ പറഞ്ഞു തരും എന്നാ പറയുന്നത്. അത് ശരിയാ, അത് ശരിയാ. ഓക്കെ, അപ്പൊ എല്ലാം കുട്ടികൾ പറഞ്ഞു തരും കേട്ടാ. ഇല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളെ കണ്ടെത്തുക. പുതിയ വാക്കൊന്നുമില്ല. യുജാഹിദ് പോലെയാണ്. الذين آمنوا وما يخدعون إلا أنفسهم. ما إلا ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞ്? നിഷേധത്തിനാണ്. എന്തിനാണ് മായും ഇല്ല ഉപയോഗിക്കുന്നത്? രണ്ടും ഒരുമിച്ച് ശക്തി അതിന്റെ ശക്തി കാണിക്കുന്നു. ഊന്നി പറയാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. SAP ഷറഫാണ് പറഞ്ഞത്. അതെ തഹ്‌കീദിന്റെ നാമം അതിന്റെ കണക്കിൽപ്പെടുന്നതായിരിക്കില്ല. നിങ്ങൾ ഞാൻ എന്തുകൊണ്ടാണ് ആഡ് ചെയ്യുന്നത് മനസ്സിലായ? നിങ്ങൾ ഫസ്റ്റ് വെബിനാറിന്റെ ആളാ തന്നെ. സിട്രിക്സിൽ ഉണ്ടായിരുന്നത് മറ്റേ എന്താണ് ഗോ ടു വെബിനാർ. അതുകൊണ്ടാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാത്ത എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പെട്ടെന്ന് കേട്ടോ. സാദഹുമുല്ലാഹ് മർദൻ. അപ്പം ജാദയ്ക്ക് എപ്പോഴാണ് വർദ്ധിപ്പിച്ചു എന്നർത്ഥം കിട്ടുന്നത്? അപ്പൊ മഫ്ഊൽ ബിഹി വരുമ്പോ എത്ര മഫ്ഊൽ ബിഹി വേണം? 2. മാ എപ്പോഴാണ് ലൈസിൽ അർത്ഥത്തിൽ വരുന്നതെന്ന് അറിയുന്നത്? 2 മഫ്ഊൽ ബിഹി അങ്ങനെ. സാദഹുമുല്ലാഹു മർദൻ. ഗ്രാമർ പഠിപ്പിച്ചപ്പോ ഇതേ വാക്ക് തന്നെ ഉണ്ടായിരുന്നു, സാദഹുമുല്ലാഹു മർദൻ. നിങ്ങൾക്ക് ഗ്രാമർ പഠിപ്പിച്ച സ്ലൈഡിൽ ഇതേ വാക്ക് തന്നെ ഉണ്ട്. ഏത് ജായോ? ഏതൊക്കെയാണ് നല്ല ഉള്ള ഒരു ആയത്ത് പറയും? കണ്ടെത്തിയിട്ട് ഗ്രൂപ്പിൽ ഇട്ടാ മതി കേട്ടാ. നോക്കട്ടെ, നോക്കി കണ്ടെത്താ. ഇനി നിങ്ങൾ പറയുന്നതിനൊക്കെ നിങ്ങൾ തെളിവ് കൊണ്ടുവരാം. ഞാൻ പറയുന്നതിനൊക്കെ ഞാൻ തെളിവ് കൊണ്ടുവരാം. അപ്പം മാ ലൈശയുടെ അർത്ഥത്തിൽ വരുമ്പോൾ എന്തുണ്ടാകും? ലൈസ അലൈസ അല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. എല്ലാ സ്ഥലത്തും ഉണ്ടാവോ? എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല. മാ ലൈസയുടെ അർത്ഥത്തിൽ വരുമ്പോൾ ലൈസയുടെ അർത്ഥത്തിൽ വരും. ലൈസയുടെ അർത്ഥത്തിൽ വരുമ്പോൾ ലൈസയെ പോലെ ബിയും വരും ഇവിടെ. അതല്ലെങ്കിൽ മാക്ക് ശേഷം ബി വന്നാൽ
ലേശിയുടെ അർത്ഥത്തിലുള്ള മായാണെന്ന് മനസ്സിലാക്കാം. തൽക്കാലം ഇത്രയും മതി കേട്ടാ. ഇപ്പൊ ഗവേഷണം നടത്താനുള്ള ഒരു പോയിന്റേ വന്നുള്ളൂ. ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് പറഞ്ഞു. അപ്പോൾ വിജയത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടെത്തുക. ഓക്കെ. അപ്പൊ മൊബൈലിൽ അറബി ഇല്ലാത്തവരെല്ലാം മൊബൈലിൽ അറബി ഇൻസ്റ്റാൾ ചെയ്യുക. ഖുർആൻ ആപ്ലിക്കേഷൻ ഇല്ലാത്തവര് ഈ ഖുർആൻ ആപ്ലിക്കേഷൻ ഞാൻ തരാം, അത് ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മള് ആയത്ത് നമ്പർ പറഞ്ഞാൽ മതിയോ, അല്ല ആയത്ത് മൊത്തമായിട്ട് കോപ്പി ചെയ്യണോ? ആയത്ത് മൊത്തമായിട്ട് കോപ്പി ചെയ്യണമെന്നില്ല. അവിടെ ആയത്ത് നമ്പർ പറയണം, പക്ഷേ ലക്ഷണങ്ങൾ എന്താണെന്ന് പറയണം. ഓക്കെ. ഇപ്പൊ സൂറത്തുൽ മുഅ്മിനീനിൽ ഒരുപാട് ലക്ഷണങ്ങൾ പറയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ളത് കണ്ടെത്തുക. നമ്മൾ അൽബക്കറ പഠിച്ചു തീരുമ്പോഴേ നമുക്ക് ഒരുപാട് വിഷയം നമ്മൾ ടച്ച് ചെയ്ത് പോയിട്ടുള്ള വിഷയങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ അറിവ് വേണം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആപ്പ് ഉസ്താദ് ഇട്ടരുന്ന് പറഞ്ഞ ഇട്ടരണം. അതെ, ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇട്ടാൽ പോരാ, കാരണം നമുക്ക് അത് കോംപ്ലിക്കേഷൻ. അതുകൊണ്ട് ഞാൻ പറയുന്ന ആപ്ലിക്കേഷൻ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യണം. മറക്കരുത്. അതിന്റെ കൂടെ മറ്റേ മറന്നാൽ ഓർമ്മിപ്പിക്കുക. അള്ളാഹ് പറഞ്ഞിരിക്കുന്നില്ല ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഗ്രൂപ്പ് ഓപ്പൺ ആണ്, പക്ഷേ വേറെ ഒരു ഫോർവേഡിങ്ങും ഗ്രൂപ്പിൽ ചെയ്യരുത്. അതറിയാം, നിങ്ങൾ ഭയങ്കര വ്യക്തിയോട് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ചെയ്യാറില്ല. വേറെ ഒന്നും ഫോർവേഡ് ചെയ്യരുത്. ചില ഇമ്പോർട്ടന്റ് ആണ്, പ്രധാനപ്പെട്ടതാണ്, ഖുർആൻ പഠിക്കുന്നവർക്ക് നല്ലതാണെന്നൊക്കെ വിചാരിച്ചിട്ട് ചില ആൾക്കാരിടും. അത് അങ്ങനെ ഫോർവേഡ് ചെയ്താൽ എല്ലാവരും ഇട്ടാൽ അത് നമുക്ക് ശരിയാവില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും ഇടല്ല. നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താണ്, നമ്മൾ നിങ്ങൾക്ക് ഈ പഠിച്ച വിഷയത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പിലിടാം. അതേപോലെ നമ്മൾ സെർച്ച് ചെയ്ത് ഗ്രൂപ്പിലിടാൻ പറഞ്ഞ കാര്യങ്ങൾ ഗ്രൂപ്പിലിടാം. ഇതെല്ലാം വേറെ ഒന്നും ഗ്രൂപ്പിലിടരുത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് ഖുർആനെ ആഴത്തിൽ പഠിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. ഖുർആന്റെ കാര്യത്തിൽ ചിന്തിക്കാനും അത് പാഠം ഉൾക്കൊള്ളാനും ജീവിച്ചു പകർത്താനും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കിട്ടുന്ന ചാൻസുകൾ പല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാഇ ബിഇذنില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈറൻ. ആമീൻ ആമീൻ ഇൻഷാ അല്ലാഹ് വഇയ്യാക്കും. ആമീൻ.